ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1 ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത്. അപ്പോൾ ബേസിക് സയൻസിലെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ഏതാണ്? ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ ഈ ലെസണിൽ എന്തൊക്കെ പറയണമെന്ന് നമുക്ക് നോക്കി നോക്കാം. യൂണിറ്റ് 1 ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ എന്താ, ആദ്യം തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് ബേർഡ് ഇസ് ഇൻ ദ പിക്ചർ? അപ്പോൾ ഏത് ബേർഡാണ് അവിടെ ഉള്ളത് പിക്ചറിൽ? കിങ് ഫിഷർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അപ്പോൾ ഇതിനുള്ള ആൻസറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ കിങ് ഫിഷർ ലീവ്സ് ഇൻ ബുറാസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. അപ്പോൾ കിങ്ഫിഷർ എവിടെയാണ് താമസിക്കുക? ഈ റിവർ ബാങ്ക്സിൻ്റെയും അതുപോലെ തന്നെ ഈ പോൺസിൻ്റെയും കുളത്തിൻ്റെയും ഒക്കെ കരയിലുള്ള അരികിലുള്ള ബുറോസിലാണ് കിങ്ഫിഷർ താമസിക്കുക. ഓക്കെ, ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. അപ്പോൾ എന്താണ് അവർ പ്രധാനമായും എവിടെയാണ് താമസിക്കുക? ഈ വാട്ടർ സോഴ്സ് ഉള്ള സ്ഥലത്ത്, വെള്ളത്തിൻ്റെ ഒരു ഇതുള്ള സ്ഥലത്ത്, അതിൻ്റെ അരികിലാണ് ഇവർ താമസിക്കുക. എന്താണ്, അപ്പോൾ അവർക്ക് ഫിഷിനെ പിടിക്കാൻ എളുപ്പമാണല്ലേ. അപ്പോൾ ഇങ്ങനെ വാട്ടർ സോഴ്സസിൻ്റെ അടുത്താണ് ഈ കിങ്ഫിഷറൊക്കെ ജീവിക്കുക. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് അസ് ഹു ഈറ്റ് വാരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. അപ്പോൾ എന്താണ്, നമ്മുടെ ചുറ്റും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കുന്ന ഒരുപാട് ക്രിയേച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ടിൻ്റെ മെയിൻ ഫുഡ് എന്തൊക്കെയാണ്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ഫുഡ്? ഗോട്ടിൻ്റെ ഫുഡ്. വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? അപ്പോൾ പ്ലാന്റിനെ ഫീഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? പ്ലാന്റിനെ ഭക്ഷണമായി കഴിക്കുന്നത് ആരൊക്കെയാണ്? 2 തന്നിട്ടുണ്ട്. ഡിയർ, റാബിറ്റ്, പിന്നെ ആരൊക്കെ? ഗ്രാസ് ഹോപ്പർ, കൗവ്, എലഫൻറ്റ്. അപ്പോൾ വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, കൗവ്, എലഫൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ്. ഒബ്സർവ് ദ പിക്ചർ. എന്താണ്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്യുക. റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ എന്തൊക്കെ ക്രിയേച്ചേഴ്സിനെ കാണുന്നുണ്ട്? അപ്പോൾ എന്തൊക്കെ ക്രിയേച്ചേഴ്സ് ഉണ്ട്? ഫ്രോഗ് ഉണ്ട്, ദെൻ സ്നേക്ക് ഉണ്ട്, വേം ഉണ്ട്, ക്രാബ് ഉണ്ട്, ടോട്ടോയിസ് ഉണ്ട്, ക്രെയിൻ ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? സ്മോൾ ഫിഷസ്, അതുപോലെ ആരൊക്കെ? ഗ്രാസ് ഹോപ്പർ, വേം. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യും. ഇനി നെക്സ്റ്റ്, വിച്ച് ക്രിയേറ്റേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? അപ്പോൾ സ്മോൾ ഫിഷസിനെ ഫീഡ് ചെയ്യുക ആരൊക്കെയാണ്? ഫ്രോഗ്, ടോട്ടോയിസ്, ക്രെയിന്, ക്രാബ്. അടുത്തത് എന്താ? എവറി ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗാനിസംസ്. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള എല്ലാ ക്രിയേച്ചേഴ്സും വേറൊരു ഓർഗാനിസത്തിനെ ഫീഡ് ചെയ്യും. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. അപ്പോൾ ചെറിയ ഫിഷ് എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ ഫീഡാക്കും. ദെൻ ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. അപ്പോൾ വലിയ ഫിഷസ് ആരിനെ ഫീഡ് ചെയ്യും? സ്മോൾ ഫിഷിന് അതാണ് അവരുടെ ഫുഡ്. ഓക്കെ, ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. ക്രെയിൻസിൻ്റെ ഫുഡ് എന്താ? അവർ ഫിഷസ് ആണ്. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ബൈ ആഡിങ് സം അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ എന്തൊക്കെയാണ്? സ്മോൾ ഫിഷ് പ്ലാന്റ്സ് കഴിക്കും, ഗ്രാസ് ഹോപ്പർ, വേം. ഓക്കെ, ഇനി ഇതിൽ സ്മോൾ ഫിഷിനെ ആര് കഴിക്കും? സ്മോൾ ഫിഷിനെ ആര് കഴിക്കും? ലാർജ് ഫിഷ് കഴിക്കും, ദെൻ ഫ്രോഗ് കഴിക്കും. ഈ 2 ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും ആര് കഴിക്കും? ഫീഡ് ചെയ്യും? ക്രെയിൻ കഴിക്കും. ഇനി പ്ലാന്റിൻ്റെ വേമിന് ആരാ? ക്രോ. ഓക്കെ, നെക്സ്റ്റ് എന്താ? ലിങ്കഡ് ടുഗെദർ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ്
ക്രിയേച്ചേഴ്സ്. അപ്പോൾ എന്താ ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ ഒക്കെ എന്താണ് പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. അപ്പോൾ പ്ലാന്റ് ഡിയർ കഴിക്കും, ഡിയറിനെ ആരും ഫീഡ് ചെയ്യും, ലയൺ. ദെൻ പ്ലാന്റ് റാബിറ്റ്, റാബിറ്റിനെ ടൈഗർ. ദെൻ ഗ്രാസ് ഹോപ്പറിനെ ആരാ കഴിക്കുക, ഫ്രോഗ്. ഓക്കെ, ഡിയറിനെ ലയൺ കഴിക്കും, റാബിറ്റിനെ ടൈഗർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. Present the completed food relationship in the class. Expand the food relationship by adding more organisms and illustrate in the science diary. Living beings depend on another for food. അപ്പോൾ ലിവിങ് ബീങ്സ് എന്താണ്, വേറൊരു ലിവിങ് ബീങ്സിനെ ഫുഡായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ദിസ് ഇൻ്റർ റിലേഷൻ എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. അപ്പോൾ എന്താണ് ഈ ഇൻ്റർ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫുഡ് വെബ്. എന്താണ് ഫുഡ് വെബ്. ഓക്കെ, ഇപ്പോൾ ഇതാണെങ്കിൽ നോക്ക്, മരം, ഒരു മരത്തിൻ്റെ ചെടി തന്നിട്ട് പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിയർ കഴിക്കും, ഡിയറിനെ ആര് കഴിക്കും, ടൈഗർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ലിവിങ് ബീൻസ് ഫുഡിന് വേണ്ടി അനദർ ലിവിങ് ബീൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ദിസ് ഇന്റർ റിലേഷൻ അമംഗ് ദം ഈസ് കോൾഡ് ഫുഡ് വെബ്. ഓക്കെ, അറ്റ് ദ സീ. ഹാവ് യു സീൻ ദ വാരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്? ഇൻ ദിസ് വേ the sea also have various food relationship. അപ്പോൾ ഇതുപോലെ എന്താണ് സീക്കും ഉണ്ട് ഇങ്ങനത്തെ ഫുഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ കുറച്ച് വാട്ടറിലത്തെ ഓർഗാനിസംസിനെ നമുക്ക് പരിചയപ്പെടാം. ഷാർക്ക്, സാഡൈൻ, സ്മോൾ ഫിഷസ്, സീ ടർട്ടിൽ, പ്ലാങ്ക്ടൺ. ഓക്കെ, some sea creatures are shown in the picture. Look at the information in the table below and draw a food web that includes these organisms. ഈ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട് എന്തുണ്ടാക്കണം, ഒരു ഫുഡ് വെബ് വരയ്ക്കുക. അപ്പോൾ അത് കൂട്ടുകാർ വരച്ച് നോക്കുക ഈ പറയുന്ന ഐഡിയ വെച്ചിട്ട്. ഷാർക്ക് എന്താണ്, സ്ക്വിഡ്, ഫിഷസ്, സീ ടർട്ടിൽ, ഓക്കെ. അപ്പോൾ ഷാർക്ക് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ ഫുഡാണ് എന്ത്, സ്ക്വിഡ്, ഫിഷസ്, സീ ടർട്ടിൽ. ഇനി സാഡൈൻ ആകുമ്പോഴോ, സാഡൈൻ്റെ സ്മോൾ ഫിഷസും അതുപോലെ തന്നെ പ്ലാങ്ക്ടണും. ഇനി സീ ടർട്ടിൽ വരുമ്പോൾ പ്ലാന്റ് പാർട്സും ഫിഷസും. ഇനി സ്മോൾ ഫിഷസ് വരുമ്പോൾ എന്താ, പ്ലാങ്ക്ടൺ. ഓക്കെ, സോ many food relationship. Observe a tree in your surroundings continuously for a few days. Draw a food web in your science diary that includes the organisms you observed. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്താണ്, കൂട്ടുകാരെ സറൗണ്ടിങ്ങിലുള്ള ഒരു മരം ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് പക്ഷികളൊക്കെ വരുമല്ലോ, എന്നിട്ട് അവരുടെ ഫുഡ് വെബ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അത് കൂട്ടുകാരുടെ ബുക്കിൽ വരയ്ക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താ, ഫോർ സർവൈവൽ. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? അപ്പോൾ ഈ പൂളിൽ നിങ്ങൾക്ക് ഫിഷിനെ കാണാനുണ്ട്, ഫിഷും അതുപോലെ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ടല്ലേ. വാട്ട് കമ്പോണൻറ്റ്സ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? അപ്പോൾ ഈ ഫിഷിന് സർവൈവ് ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം, സൺലൈറ്റ് വേണം, അക്വാട്ടിക് പ്ലാന്റ്സ് വേണം, വാട്ടർ വേണം, ഓക്സിജൻ വേണം, മൈക്രോ ഓർഗാനിസംസ്, വേംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക. Then അടുത്തത് എന്താ, don't you think other organisms in the pond also need these components to survive? Categorize the list of components of the ponds. അപ്പോൾ പോണ്ടിലുള്ള ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. അപ്പോൾ ലിവിങ് തിങ്സിൽ എന്തൊക്കെ വരും, ഫിഷ്, ക്രാബ്, ഡക്ക്, ക്രെയിന്, ഫ്രോഗ്, സ്നേക്ക്, ടോർട്ടോയിസ്, ഗ്രാസ് ഹോപ്പർ. ഓക്കെ, നെക്സ്റ്റ് നോൺ ലിവിങ് തിങ്സിലോ, സാൻഡ്, സ്റ്റോൺ, വാട്ടർ, എയർ. The habitat. A paddy field is an environment that contains all the components necessary for the existence of various organisms. അപ്പോൾ എന്താണ്, ഒരു പാഡി ഫീൽഡിൽ എന്തൊക്കെ ഉണ്ട്, അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓർഗാനിസത്തിന് ജീവിക്കാനുള്ള ഒരുപാട് കമ്പോണൻസ് എവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, പാഡി ഫീൽഡിലുണ്ട്. അപ്പാർട്ട് ഫ്രം ഫിഷ്, ഇറ്റ് ഈസ് ഓൾസോ ഹാബിറ്റഡ് ടു മെനി
അതർ ക്രിയേച്ചർ. അപ്പോൾ ഈ പാഡി ഫീൽഡ് എന്താണ്, ഒരുപാട് ക്രിയേച്ചേഴ്സിനുള്ള ഒരു ഹാബിറ്റേറ്റ് ആണ്. ആർ ദർ എനി അതർ ഹാബിറ്റേറ്റ്സ് ലൈക്ക് അറൗണ്ട് us? ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ബാക്കിയുള്ള ക്രിയേച്ചേഴ്സിനെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഏതേലും ഹാബിറ്റേറ്റ്സ് ഉണ്ടോ? അപ്പോൾ എന്താ, നിങ്ങളുടെ സ്കൂളിലുള്ള ആ ഗാർഡനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എന്താ അവിടെ ഒരുപാട് എന്തൊക്കെ ഉണ്ടാവും, പൂമ്പാറ്റകൾ ഉണ്ടായിരിക്കും, ഗ്രാസ് ഹോപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവയൊക്കെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഹാബിറ്റേറ്റ് ആണ് എന്ത്, നിങ്ങളുടെ സ്കൂളിലെ ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, എവ്രി ലിവിങ് തിങ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്ററ്റ്. അപ്പോൾ എന്താണ്, എല്ലാ ലിവിങ് തിങ്സിനും എന്താ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ഹാബിറ്റേറ്റ് ഉണ്ട്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്റേറ്റ്? അപ്പോൾ എന്താണ് ഹാബിറ്റേറ്റിനൊരു ഡെഫിനിഷൻ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എന്തെന്ന് കൊടുക്കാം? ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഈസ് കോൾഡ് ഹാബിറ്റേറ്റ്. അപ്പോൾ എന്താണ്, അതൊരു നാച്ചുറൽ സറൗണ്ടിങ്സ് ആണ്. ഒരു ഓർഗാനിസത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു നാച്ചുറൽ സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്. അപ്പോൾ കുറച്ച് ഹാബിറ്റേറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഒരു ഗ്രാസ് ലാൻഡ് ആണ്, ദെൻ ഡെസേർട്ട് ആണ്, അടുത്തത് മാംഗ്രൂവ്സ്, ദെൻ പോളാർ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പകുതി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് പാർട്ട് 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരുപാട് എടുത്താൽ വീഡിയോ നല്ല ലെങ്ത് ആവും, അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.